ഒരു ആധുനിക ഫാക്ടറിയിൽ നിന്ന് പശുവിൻ്റെ തോലിൽ നിന്ന് വിവിധ തരം പ്രീമിയം ലെതർ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. തികച്ചും തുടക്കം മുതൽ ഫൈനൽ പ്രൊഡക്റ്റ് വരെയുള്ള പ്രക്രിയ. അതിനാൽ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. ഓരോ പ്രീമിയം ലെതർ ഉൽപ്പന്നത്തിൻ്റെയും തുടക്കം ജീവനുള്ളതും ആരോഗ്യമുള്ളതുമായ പശുക്കളിൽ നിന്നാണ്. അവയുടെ ശരിയായ പരിചരണമാണ് ആദ്യത്തെ പടി. ഈ പശുവിൻ തോലാണ് പിന്നീട് ബാഗ്, ഷൂസ്, ബെൽറ്റ്, ജാക്കറ്റ് തുടങ്ങിയ പ്രീമിയം ലെതർ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നത്. മെച്ചപ്പെട്ട ലെതറിനായി പശുക്കൾക്ക് പോഷകാഹാരവും ശുദ്ധജലവും പതിവായി പരിചരണവും നൽകുന്നു. ലെതറിന്റെ ഗുണനിലവാരം നേരിട്ട് പശുവിന്റെ ആരോഗ്യത്തെയും പരിചരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ലെതർ ഫാക്ടറിയിലെത്തുന്നതിന് മുമ്പ് പശുവിൻ തോല് കൃത്യമായി പരിശോധിക്കുന്നു. അങ്ങനെ മികച്ച ഗുണനിലവാരം മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു. പരിശോധനയ്ക്ക് ശേഷം പശുക്കളെ സുരക്ഷിതമായി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നു. ഇപ്പോൾ ഈ പശുക്കളെ ആധുനിക ലെതർ ഫാക്ടറിയിലേക്ക് അയക്കുകയാണ്. അവിടെ തുടർന്നുള്ള പ്രോസസ്സിംഗ് നടക്കാൻ പോവുകയാണ്. ഇതാണ് ആധുനിക ലെതർ ഫാക്ടറി. ഇവിടെ പശുക്കളിൽ നിന്ന് ഹൈ ക്വാളിറ്റി കൗ ലെതർ തയ്യാറാക്കുന്നു. ഫാക്ടറിക്കുള്ളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിതവും സുരക്ഷിതവുമായ രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ പശുക്കളെ ശ്രദ്ധയോടെ ഇറക്കുന്നു. അങ്ങനെ തുടർന്നുള്ള ലെതർ പ്രോസസ്സിംഗിനായി ശരിയായ തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കുന്നു. പ്രോസസ്സിംഗിന് മുമ്പ് പശുക്കളെ കുറച്ച് സമയത്തേക്ക് ഈ സെക്ഷനിൽ സൂക്ഷിക്കുന്നു. അന്തിമ പരിശോധനയ്ക്ക് ശേഷം പശുക്കളെ ലെതർ പ്രോസസ്സിംഗിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അയക്കുന്നു. ഈ ഘട്ടത്തിൽ പശുക്കളെ നിയന്ത്രിത താപനിലയുള്ള ഫ്രീസർ ചേംബറിൽ സൂക്ഷിക്കുന്നു. ഇത് തുടർന്നുള്ള സ്കിൻ പ്രോസസ്സിംഗിന് എളുപ്പമായിരിക്കും. ഇതൊരു ഷോർട്ട് ടൈം ഇൻഡസ്ട്രിയൽ കണ്ടീഷനിംഗ് പ്രോസസ്സാണ്. കണ്ടീഷനിംഗ് പൂർണ്ണമായതിനു ശേഷം പശുക്കളെ അടുത്ത പ്രോസസ്സിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ പശുക്കളെ നിയമപ്രകാരം പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് അയക്കുന്നു. അവിടെ പശുവിൻ തോല് പ്രൊഫഷണൽ മെഷീനുകളുടെ സഹായത്തോടെ വേർപെടുത്തുന്നു. ഇവിടെ വലിയ വലുപ്പത്തിലുള്ള മീറ്റ് പീസുകൾ നേരിട്ട് പ്രോസസ്സിംഗ് ലൈനിലേക്ക് കൊണ്ടുപോകുന്നു. വേർപെടുത്തിയ പശുവിൻ തോല് ലെതർ നിർമ്മിക്കുന്ന ലൈനിലേക്ക് അയക്കുന്നു. അതേസമയം മാംസം വെവ്വേറെ ഫുഡ് പ്രോസസ്സിംഗ് സെക്ഷനിലേക്ക് അയക്കുന്നു. പശുവിൻ തോലിൽ നിന്ന് ഇനി ലെതർ നിർമ്മിക്കുന്ന സാങ്കേതിക പ്രക്രിയ ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവഴി ഒരേ ഫാക്ടറിയിൽ തന്നെ ലെതറും മാംസവും വെവ്വേറെ സുരക്ഷിതമായ രീതിയിൽ പ്രോസസ്സിംഗ് ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് പശുവിൻ തോല് ലെതർ നിർമ്മിക്കുന്ന പ്രധാന മാനുഫാക്ചറിംഗ് ലൈനിലേക്ക് അയക്കുന്നു. ആദ്യം പശുവിൻ തോല് ആധുനിക മെഷീനുകളിൽ നന്നായി വൃത്തിയാക്കുന്നു. ഇതിനുശേഷം ലെതർ പ്രോസസ്സിംഗിന് ആവശ്യമായ കെമിക്കൽ ട്രീറ്റ്മെന്റിനുള്ള തയ്യാറെടുപ്പാണ്. ഈ ഡ്രമ്മുകളിൽ പശുവിൻ തോല് പ്രോസസ്സ് ചെയ്ത് പതുക്കെ ലെതറുകളായി മാറുന്നു. ഈ ഘട്ടത്തിൽ പശുവിൻ തോല് റോ ലെതറായി രൂപം എടുക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ റോ കൗ ലെതറിന്റെ കനം മെഷീനുകൾ ഉപയോഗിച്ച് ഒരുപോലെയാക്കുന്നു. ഉപരിതലം മൃദുവാക്കുന്നതിനായി ലെതറുകളെ പ്രത്യേക മെഷീനുകളിലൂടെ കടത്തിവിടുന്നു. ഇനി ഈ ലെതറിനെ നിയന്ത്രിത താപനിലയിൽ ഉണക്കിയെടുക്കണം. അടുത്ത പ്രോസസ്സിംഗിന് മുമ്പ് കൗ ലെതറിന്റെ ക്വാളിറ്റി ഒരു തവണ കൂടി പരിശോധിക്കുന്നു. ഈ ഘട്ടത്തിൽ ലെതറിനെ വഴക്കമുള്ളതും നീണ്ടു നിൽക്കുന്നതുമാക്കാൻ കണ്ടീഷൻ ചെയ്യുന്നു. ഇതിലൂടെ കൗ ലെതറിന്റെ ടാനിങ് കൂടുതൽ മെച്ചപ്പെടുന്നു. ഇതുവഴി ഇതിന്റെ ബലവും ആയുസ്സും വർദ്ധിക്കുന്നു. ഇവിടെ വെച്ച് ലെതറിന്റെ നിറവും സ്ട്രക്ചറും സ്ഥിരപ്പെടുത്തുന്നു. അങ്ങനെ ഇതുകൊണ്ട് തുടർന്നുള്ള ഫിനിഷിംഗ് ശരിയായി ലഭിക്കും. പിന്നീട് മെഷീനുകൾ ഉപയോഗിച്ച് കൗ ലെതറിനെ വലിച്ചു നീട്ടി അതിന്റെ ബലവും വഴക്കവും വർദ്ധിപ്പിക്കുന്നു. ലെതറിന്റെ ഉപരിതലം സുരക്ഷിതമായി സൂക്ഷിക്കാൻ അതിലൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ചേർക്കുന്നു. ഇപ്പോൾ തയ്യാറായ ഈ കൗ ലെതർ അടുത്ത ഘട്ടമായ അസംബ്ലി ആൻഡ് കൺസ്ട്രക്ഷനിലേക്ക് അയക്കുന്നു. ഇനി ഈ തയ്യാറായ കൗ ലെതർ വ്യത്യസ്ത പ്രൊഡക്റ്റുകൾക്കായി മുറിക്കാൻ പോവുകയാണ്. മെഷീനുകളുടെ സഹായത്തോടെ ഈ കൗ ലെതർ കൃത്യമായ അളവിൽ മുറിക്കുന്നു. ഇതുവഴി പ്രീമിയം ലെതർ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇവിടെ ലെതർ പീസുകൾ കൂട്ടിച്ചേർക്കുന്നതിനും തുന്നുന്നതിനുമായി പ്രത്യേകിച്ചൊരു അസംബ്ലി ലൈൻ ഉണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് കൗ ലെതറിൽ നിന്ന് യഥാർത്ഥ പ്രൊഡക്റ്റുകളുടെ രൂപം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. മുറിച്ച ലെതർ പീസുകൾ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് വെവ്വേറെയാക്കുന്നു. ഇനി ഈ കൗ ലെതർ കൊണ്ട് ഉണ്ടാക്കിയ ഭാഗങ്ങൾ ശരിയായ രൂപം നൽകാൻ മോൾഡിങ്ങും ഷെയ്ഡിങ്ങും ചെയ്യണം. പ്രൊഡക്റ്റിന്റെ ബലത്തിനും ഫിനിഷിങ്ങിനുമായി അരികുകൾ സമത്വം ബലമുള്ളതാക്കണം. ഈ ഘട്ടത്തിൽ ലെതർ പ്രൊഡക്റ്റുകൾ ബക്കിൾ, സിപ്പ്, മറ്റ് ഹാർഡ് വയറുകൾ എന്നിവ ഘടിപ്പിക്കുന്നു. ഫിനിഷിങ്ങിന് മുമ്പ് പ്രൊഡക്റ്റുകളുടെ അന്തിമ അസംബ്ലിയും ദ്രുത പരിശോധനയും നടത്തുന്നു. ഇപ്പോൾ തയ്യാറായ കൗ ലെതർ പ്രൊഡക്റ്റുകൾ ഫിനിഷിംഗ് സെക്ഷനിലേക്ക് അയക്കും. ഇവിടെ എത്തിയതിനു ശേഷം അവയുടെ ഉപരിതലത്തിന് അന്തിമ രൂപം നൽകുന്നു. പോളിഷിംഗിലൂടെ ലെതറിന്റെ തിളക്കവും ടെക്സ്ചറും മെച്ചപ്പെടുന്നു. ഇവിടെ ഓരോ ലെതർ പ്രൊഡക്റ്റിന്റെ നിറവും ഫിനിഷിംഗും ഒരുപോലെയാണോ എന്ന് പരിശോധിക്കുന്നു. ഈ ഘട്ടത്തിൽ ലെതർ പ്രൊഡക്റ്റുകളിൽ ബ്രാൻഡിങ്ങും ലോഗോയും പതിപ്പിക്കുന്നു. അന്തിമ പരിശോധനയിൽ ഓരോ കൗ ലെതർ പ്രൊഡക്റ്റും കൈകൊണ്ട് തൊട്ട് പരിശോധിക്കുന്നു. ഇപ്പോൾ ഈ കൗ ലെതർ പ്രൊഡക്റ്റുകളുടെ അരികിൽ ഫൈനൽ
ടച്ചും എഡ്ജ് പെയിന്റിങ്ങും ചെയ്യുന്നു. പ്രൊഡക്റ്റുകളുടെ ബലം പരിശോധിക്കാൻ അവയിൽ നിയന്ത്രിത ഭാരം നൽകുന്നു. ഇത് അന്തിമ വിഷ്വൽ പരിശോധനയാണ്. ഇതിനുശേഷമാണ് പ്രൊഡക്റ്റുകൾക്ക് അനുമതി നൽകുന്നത്. ഇവയാണ് ഫാക്ടറിയിൽ തയ്യാറാക്കിയ ഫൈനൽ കൗ ലെതർ പ്രൊഡക്റ്റുകൾ. ഇവ ഇപ്പോൾ വിപണിയിലേക്ക് പൂർണ്ണമായും തയ്യാറാണ്. ഓരോ പ്രൊഡക്റ്റിലും ലെതറിന്റെ ക്വാളിറ്റി, ഫിനിഷിംഗ്, ഡിസൈനിങ് എന്നിവ വ്യക്തമായി കാണാൻ സാധിക്കും. ക്വാളിറ്റി പാസ്സായ ശേഷം ഈ കൗ ലെതർ പ്രൊഡക്റ്റുകൾ പാക്കേജിംഗ് സെക്ഷനിലേക്ക് അയക്കുന്നു. പ്രൊഡക്റ്റുകളെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ അവയെ പ്രത്യേക പ്രൊട്ടക്റ്റീവ് റാപ്പറിൽ പൊതിയും. ഇതിനുശേഷം കൗ ലെതർ പ്രൊഡക്റ്റുകൾ ബ്രാൻഡഡ് ബാഗുകൾക്കുള്ളിൽ പാക്ക് ചെയ്യുന്നു. ഓരോ പാക്കേജും സീൽ ചെയ്ത് അതിൽ ബാച്ച് വിവരങ്ങളും ക്വാളിറ്റി വിവരങ്ങളും രേഖപ്പെടുത്തുന്നു. ഡിസ്പാച്ചിന് മുമ്പ് പാക്കേജിംഗിന്റെ അന്തിമ പരിശോധന നടത്തുന്നു. ഇപ്പോൾ ഈ കൗ ലെതർ പ്രൊഡക്റ്റുകൾ ഫാക്ടറിയിൽ നിന്ന് വെയർഹൌസിലേക്ക് അയക്കും. വെയർഹൌസിൽ പ്രൊഡക്റ്റുകൾ സുരക്ഷിതമായും ക്രമമായും സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ഈ കൗ ലെതർ പ്രൊഡക്റ്റുകളുടെ ഓർഡറിനും ഡിസ്പാച്ചിനും ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോൾ കൗ ലെതർ പ്രൊഡക്റ്റുകൾ പൂർണ്ണമായും തയ്യാറാണ്. വിപണിയിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്. വെയർഹൌസിൽ നിന്ന് ഈ കൗ ലെതർ പ്രൊഡക്റ്റുകൾ ട്രക്കുകളിൽ ലോഡ് ചെയ്യുന്നു. ഡിസ്പാച്ചിനു മുമ്പ് ഓരോ ട്രക്കും സീൽ ചെയ്യുകയും രേഖകൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കൗ ലെതർ പ്രൊഡക്റ്റുകൾ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിപണിയിലേക്ക് പുറപ്പെടുന്നു. ഈ പ്രൊഡക്റ്റുകൾ റീറ്റെയിൽ സ്റ്റോറുകളിലും ഷോറൂമുകളിലും എത്തുന്നു. ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി കൗ ലെതർ പ്രൊഡക്റ്റുകൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ഈ ലെതർ പ്രൊഡക്റ്റുകൾ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് വഴി വിവിധ രാജ്യങ്ങളിലേക്ക് എത്തുന്നു. സമുദ്രമാർഗത്തിലൂടെ ഈ കൗ ലെതർ പ്രൊഡക്റ്റുകൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് അയക്കുന്നു. വിപണിയിൽ ഈ കൗ ലെതർ പ്രൊഡക്റ്റുകൾ പ്രീമിയം ബ്രാൻഡഡ് ഷോറൂമുകളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. ഉപഭോക്താക്കൾ ഈ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഗുണനിലവാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അനുഭവം ലഭിക്കുന്നു. ഇത്തരത്തിൽ പശുവിൽ നിന്ന് ആരംഭിച്ച ആ ഒരു യാത്ര ആധുനിക ഫാക്ടറിയിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതം വരെ എത്തുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ലെതർ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചാനൽ ഒരു സബ്സ്ക്രൈബും ചെയ്യുക. കാരണം ഇതുപോലത്തെ നല്ല വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.